സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അവിടുത്തെ ജാറം പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഖബർ പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സലഫി ചോദിക്കുന്നു, എന്തിനാ തങ്ങൾ പാപ്പാക്ക് പുതപ്പിക്കുന്നത്? അവിടെ കൊതുക് കടിക്കാതിരിക്കാനാണോ? കൊതുക് കടിക്കാതിരിക്കാനാണോ? മൗലവിയുടെ പ്രസംഗമാണ്, ശ്രദ്ധിക്കണേ മോമിനീങ്ങളെ. എന്നിട്ട് അതിന്മേൽ ജാറം മൂടുന്നു, പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെയോ? പരിശുദ്ധമായ കഅബാലയം, അതിന്റെ തില്ല, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന തില്ല ഓരോ വർഷവും മാറ്റുകയാണ്. കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ? കഅബക്ക് തണുക്കാതിരിക്കാനാണോ? എന്തിനാണ് മൗലവിമാരെ ആ കില്ല കൊണ്ട് കഅബയെ പുതപ്പിക്കുന്നത്? അതിനെ അലങ്കരിക്കുന്നത് എന്തിനാണ്? അതൊരു ആദരവാണെന്ന് തിരിച്ചറിയാൻ മഹത്തുക്കളെ ആദരിച്ച് പരിചയം വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവ് വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവിന്റെ മനസ്സ് വേണ്ടേ? അതില്ലാത്ത ഈ മൗലവി പുരോഹിത പാതിരി വർഗത്തോട് വിഷയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ, അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം, അന്യന്റെ മാംസം പിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം, ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ, ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ.